Hi friends, നമ്മൾ ബേബി ഫുഡ്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 6 മാസം മുതൽ ഒരു വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണിത്. കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൗഡർ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. വളരെ കുറച്ചൊരു എമൗണ്ടിൽ മാത്രം ഉണ്ടാക്കി അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുക. ഒരുപാട് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. നമ്മൾ എന്ത് ഫുഡ് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുമ്പോഴും ചിലപ്പോൾ അവരത് കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിക്കും. അതുകൊണ്ട് അത് നിർത്തിപ്പോവരുത്. ഇടയ്ക്കിടയ്ക്ക് ആ ഫുഡ് ഉണ്ടാക്കി അവരെ ശീലിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പ്രോട്ടീൻ പൗഡർ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കും നല്ല ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ ഈ ഹോർലിക്സ് ഒക്കെ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് അടച്ച് സൂക്ഷിക്കണം. നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും ഇത് എടുക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ട് ആണ്. ഒരു 7 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പൊട്ടുകടല എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ചുക്കിന്റെ പൊടിയാണ്. നിങ്ങളുടെ അടുത്ത് ചുക്ക് പീസായിട്ടാണ് ഉള്ളതെങ്കിൽ അതിലൊരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടിയാണ്. നമ്മൾ ഈ പാക്കറ്റ് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടി അങ്ങ് അവോയ്ഡ് ചെയ്യുക. നല്ല മഞ്ഞളാണെങ്കിൽ അതിൽ നിന്ന് ഒരു 2 പിഞ്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് ബദാം ഇട്ട് കൊടുക്കാം. ഈ ബദാം ഒന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ട് ആണ്. അടുത്തതായിട്ട് ഇതിലേക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം, പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ റൈസിൻസ് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ചുക്കിന്റെ ഒരു ചെറിയ പീസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചുക്ക് പൊടി ആയതുകൊണ്ട് ഞാൻ ഈ കൂടെ ചേർക്കുന്നില്ല. ഇത്ര നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. ഇപ്പൊ ഈ ബദാം ഒക്കെ ഒന്ന് മൊരിഞ്ഞ് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞാൽ മാത്രമാണ് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. നല്ല പൗഡറായിട്ട് നമുക്കിത് പൊടിച്ച് എടുക്കണം. അപ്പൊ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. ഇത്ര മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം. അപ്പൊ ഞാൻ എന്റെ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. ഇപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലൊട്ട് നനവുണ്ടാവരുത്. ഇതിലേക്ക് ഞാൻ ചുക്ക് പൊടി ചേർക്കുവാണ്. അതുപോലെ ഒരു പിഞ്ച് നല്ല മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമുക്കിനി ഇത് ഫൈൻ പൗഡർ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പൗഡർ എടുത്ത് ഒരു സ്പൂൺ പാലിലൊക്കെ ചേർത്ത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചതിന് ശേഷം ബോട്ടിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വളർച്ച കുറവോ വെയിറ്റ് കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കുട്ടികളെ ഒന്ന് കൊടുത്ത് ശീലിപ്പിക്കുക. വളരെ നല്ലൊരു പ്രോട്ടീൻ പൗഡർ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ. ബൈ.